ഹലോ, വെൽക്കം ടു ലീഡ് ഹബ്. പോയട്രി ആൻഡ് പോയറ്റിക് ഫോംസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്താണ് പോയട്രി, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയറ്റിക് ഫോംസ് എന്ന് നോക്കാം. പോയട്രി എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ലാംഗ്വേജിനെ ക്രിയേറ്റീവായ രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസും ഐഡിയാസും അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ട് ടൈപ്പ് ഓഫ് പോയട്രി ഉണ്ട്, ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും. ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ഒരു ഡിസ്റ്റൻറ്റ് ഒബ്സർവറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുന്നത് പോയിറ്റിൻ്റെ തന്നെ ഫീലിങ്സ് ആയിരിക്കും അവിടെ എക്സ്പ്രസ് ആക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പേഴ്സണലും സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലുമാണ്. നെക്സ്റ്റ് എപ്പിക് എന്ന് പറയുന്നത് ഒരു ലോങ് നറേറ്റീവ് പോയാണ്. അവിടെ ഒരു സീരിയസ് സബ്ജക്റ്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു സെൻട്രൽ ഫിഗറായിട്ടൊരു ഹീറോ കാണും. ഇലിയഡ് ആൻഡ് ഒഡീസി എക്സാമ്പിളാണ്. രണ്ട് ടൈപ്പ് ഓഫ് എപ്പിക് ഉണ്ട്, ട്രഡീഷണലും ലിറ്റററി. ട്രഡീഷണൽ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഫിഗറുള്ള ഹീറോയുടെ കാര്യം പറയുന്നത്. അതിൻ്റെ വേറെ പേരാണ് പ്രൈമറി എപ്പിക്. ലിറ്റററി അല്ലെങ്കിൽ സെക്കൻഡറി എപ്പിക് എന്ന് പറയുന്നത് ഈ ട്രഡീഷണലിൻ്റെ തന്നെ ഇമിറ്റേഷൻസ് ആണ്. മീഡിയാറസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് മിഡിലായിട്ടായിരിക്കും. വെർജിലിൻ്റെ ഇനിയഡും മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റും എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് മോക്ക് എപ്പിക് എന്ന് പറയുന്നത് പാരഡി ഓഫ് എപ്പിക് ആണ്. അതിന് മോക്ക് ഹീറോയിക് പോയം എന്ന് അറിയപ്പെടും. പോപ്പിൻ്റെ ദ റേപ്പ് ഓഫ് ദ ലോക്കും ദ ബാറ്റിൽ ഓഫ് ദ ഫ്രോക്സ് ആൻഡ് മൈസും എക്സാമ്പിൾസ് ആണ്. മാസ്റ്റർ പീസായിട്ട് പറയുന്നത് ദ റേപ്പ് ഓഫ് ദ ലോക്കാണ്. ഇവിടെ ട്രിവിയൽ തീമിനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. റേപ്പ് ഓഫ് ദ ലോക്കിൻ്റെ കേസിൽ ഒരു ലേഡിയുടെ ലോക്ക് ഓഫ് ഹെയർ കട്ട് ചെയ്യുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ക്വാറലാണ് അവിടെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. ലിറിക് എന്ന് പറയുന്നത് ഫെയർലി ഷോർട്ട് പോയാണ്. സിംഗിൾ സ്പീക്കറിൻ്റെ അട്ടറൻസേ അവിടെ ഉണ്ടാകത്തുള്ളൂ. ലയറിൻ്റെ അക്കമ്പനിമെൻറ്റിലായിരിക്കും ഇത് നടക്കുന്നത്. ഹിംസ എന്ന് പറയുന്നത് റിലീജിയസ് പോയംസിനെ സൂചിപ്പിക്കുന്നതാണ്. ലിറിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജക്റ്റീവൽ ഫോമാണ്. അവിടെ മ്യൂസിക്കിൻ്റെ അക്കമ്പനിമെൻറ്റ് കാണും. റിതമിക് പോസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത് അത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് വവ്വൽസിൻ്റെയും കോൺസണൻസിൻ്റെയും അറേഞ്ച്മെൻറ്റാണ്. പിന്നെ ഇവിടെ സബ്ജക്റ്റീവ് എക്സ്പ്രഷൻസ് കാണും. സ്പെൻസർ, മിൽട്ടൺ, കീറ്റ്സ്, ടെന്നിസൺ ഇവരൊക്കെയായിരുന്നു ഫേമസ് ലിറിക്കൽ പോയട്രിയുടെ ആൾക്കാർ. എലിജി എന്ന് പറയുന്നത് ഒരു ലിറിക് പോയമാണ് വിച്ച് ലമെന്റ്സ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. പിന്നെ അതൊരു എലിജിക് മീറ്റർ ആയിട്ട് പറയുന്നത് ഹെക്സാമീറ്റർ അല്ലെങ്കിൽ പെൻറ്റാമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫ്ലൂട്ടിൻ്റെ അക്കമ്പനിമെൻറ്റ് കാണും. തീംസ് ആയിട്ട് പറയുന്നത് മാർഷ്യൽ തീംസ് അല്ലെങ്കിൽ കൺവീവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ചിയർഫുൾ എന്നുള്ളതാണ്. ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ ഇൻ മെമ്മോറിയവും WH ഓഡൻ്റെ ഇൻ മെമ്മറി ഓഫ് WB ഈറ്റ്സും തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ കൺട്രി ചർച്ചയാടുമാണ് ഫേമസ് ആയിട്ടുള്ള എലിജി. ബെല്ലേർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നത്. ഇറ്റ് മീൻസ് ടു ഡാൻസ് എന്നാണ്. ഇതൊരു നറേറ്റീവ് സോങ് ആണ്. യൂഷ്വലി ഒരു അൺഹാപ്പി സ്ട്രക്ചർ ആയിരിക്കും ഇതിനുള്ളത്. തീംസ് എന്ന് പറയുന്നത് ലവ് അഫെയർസ്, റൊമാൻറ്റിക് പാഷൻ, മിലിറ്ററി സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും. 2 ടൈപ്സ് ഓഫ് ബാലഡ്സ് ഉണ്ട്, ട്രഡീഷണൽ അതുപോലെ തന്നെ ലിറ്റററി. ട്രഡീഷണൽ ബാലഡിനെയാണ് ഒതന്റിക് അഥവാ ഫോക്ക് ബാലഡ് എന്ന് പറയുന്നത്. ഇതിനെ ബാലഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയും. എക്സാമ്പിൾസ് ദ വൈഫ് ഓഫ് ഉഷേഴ്സ് വെല്ലം, സർ പാട്രിക് സ്പെൻസും. ഓഡ് ഗ്രീക്ക് വേർഡായിട്ടുള്ള അയോഡിൽ നിന്ന് വന്നു. മീനിങ് എ സോങ് എന്നാണ്. ലോങ് ലിറിക് പോയമാണിത്. സീരീസ് സബ്ജക്റ്റ് ആണ് ഇവിടെ തീമായിട്ട് വരുന്നത്. 3 ഫോൾഡ് പാറ്റേൺ ആയിട്ടുള്ളത്. സ്ട്രഫെ, ആൻറ്റി സ്ട്രഫെ, ഇപ്പോഡ്. 3 ടൈപ്സ് ഓഫ് ഓഡാണുള്ളത്. പിൻഡാറിക്, ഹൊറേഷ്യൻ, ഇറഗുലർ. ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, കീറ്റ്സിൻ്റെ ടു എ നൈറ്റിംഗേൾ, സ്പെൻസറിൻ്റെ എപ്പിത്തലാമിയൻ, ഓഡ് ഓൺ എ ഗ്രേഷ്യനൻ, വേർഡ്സ്വർത്തിൻ്റെ ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. സൊണേറ്റോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. മീനിങ് ലിറ്റിൽ സോങ്. 14 ലൈൻസ് ഉള്ള ഒരു ലിറിക് പോയമാണ് സോണറ്റ്. ഒറിജിനേറ്റ് ചെയ്തത് ഇറ്റലിയിൽ 12th സെഞ്ച്വറിയിലായിരുന്നു. ഇംഗ്ലണ്ടിലോട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോമസ് വാട്ടാണ്. 2 ടൈപ്സ് ഓഫ് സോണറ്റ് ഉണ്ട്, ഇറ്റാലിയൻ അല്ലെങ്കിൽ പെട്രാർക്കിൻ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ. പെട്രാർക്കിൻ ആകുമ്പോഴത്തേക്ക് ഒക്ടേവ് എന്നും സെസ്റ്ററ്റ് എന്നും, ഷേക്സ്പീരിയൻ ആകുമ്പോൾ 3 ക്വാർട്ടേനും ഒരു കപ്ലെറ്റും. മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സും സിഡ്നിയുടെ അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ലയും സ്പെൻസറിൻ്റെ അമോറിറ്റിയും എക്സാമ്പിൾസ് ആണ്. ഡ്രമാറ്റിക് മോണലോഗ് സിംഗിൾ സ്പീക്കർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, പക്ഷെ അത് പോയറ്റല്ല. അഡ്രസ്സ് ചെയ്യുന്നത് ഒരു മ്യൂട്ടായിട്ടുള്ള ഓഡിയൻസിനെ ആയിരിക്കും. ഡ്രമാറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് വ്യൂസ് ആണ്, ഫീലിങ്സ് അല്ല അദ്ദേഹത്തിൻ്റെ. മോണലോഗ് എന്ന് പറയുന്നത് ഉള്ളി 1 സ്പീക്കറെ കാണത്തുള്ളൂ. ടെന്നിസന്റെ യുളിസിസ്, ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസ്, ഫ്രോസ്റ്റിൻ്റെ ദ പോപ്പർ വിച്ച് ഓഫ് ഗ്രാഫ്റ്റൺ ഇതെല്ലാം ഡ്രമാറ്റിക് മോണലോഗിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്ററലാണ്. പാസ്റ്ററൽ എന്ന് പറയുന്നത് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെപ്പേർഡ്സിനെ പറ്റിയിട്ടുള്ള പോയമാണ്. ലാറ്റിൻ വേർഡായ പാസ്റ്റർ എന്ന് പറയുന്നത് ഷെപ്പേർഡ്സ് എന്നുള്ള മീനിങ് ആണ്. ഈ പാസ്റ്ററലിൻ്റെ ഒറിജിനേറ്ററായിട്ട് പറയുന്നത് ഗ്രീക്ക് പോയറ്റായിട്ടുള്ള തിയോക്രിറ്റസിനെയാണ്. അവിടെ ഒരു നൊസ്റ്റാൾജിക് ഇമേജ്, പീസ് അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ്
ഇവരുടെ ആട്ടിടയന്മാരുടെ ആ ഒരു റൂറൽ ലൈഫ് ആ ഒരു ഏരിയ ആണ് കാണിക്കുന്നത് ഇവിടെ. സ്പെൻസറിന്റെ ദ ഷെപ്പേർഡ്സ് കലണ്ടറും തോമസ് ഹാഡിയുടെ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡും ലൂയിസ് കരോളിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡും എക്സാമ്പിൾസ് ആണ്. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹെയ്ക്യു എന്നാണ്. ഹെയ്ക്യു എന്ന് പറയുന്നത് ജാപ്പനീസ് ഒറിജിൻ ആണ്. യൂഷ്വലി ഒരു മെഡിറ്റേറ്റീവ് അല്ലെങ്കിൽ കണ്ടംപ്ലേറ്റീവ് ടോൺ ആയിരിക്കും ഇതിനകത്തുള്ളത്. 3 ലൈൻസേ ഉള്ളൂ, 17 സിലബിൾസ് കാണും. എസ്ര പൗണ്ടിന്റെ ഇന്നേ സ്റ്റേഷൻ ഓഫ് ദ മെട്രോ എന്ന് പറയുന്നത് ഹെയ്ക്യുവിനൊരു എക്സാമ്പിൾ ആണ്. ഇത്രയാണ് പോയിട്രി എന്താണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയറ്റിക് ഫോംസ് എന്തൊക്കെയാണെന്നുള്ള ക്ലാസ്.